ഞങ്ങളുടെ ആശുപത്രിയിൽ കയറി ഇത് വിതരണം ചെയ്യാൻ വേണ്ടി പറ്റൂലെന്ന് പറയാനുള്ള അവകാശം നിങ്ങൾക്ക് എവിടെ നിന്നുള്ള അവകാശം കിട്ടി? അത് പറയാൻ മന്ത്രിക്ക് അവകാശമുണ്ട്. ആരോഗ്യ വകുപ്പ് മന്ത്രിയുടെ കുടുംബ സ്വത്താണ് മെഡിക്കൽ കോളേജ് ജില്ലാ ആശുപത്രി. ജനങ്ങൾക്ക് ആവശ്യമുള്ളിടത്തോളം കാലം അങ്ങയുടെ ഒരു സഹായം ഞങ്ങൾക്ക് വേണ്ട. ഇവിടെ DYFI ഭക്ഷണപ്പൊതി വിതരണം ചെയ്യുക തന്നെ ചെയ്യും. ആര് തന്നെ തടസ്സപ്പെടുന്നതിന് വേണ്ടി ഭക്ഷണം നടത്തിയാലും അത് ഞങ്ങൾക്ക് ഒരു പ്രശ്നമേ അല്ല. നടത്തുന്ന ഒരു സന്നദ്ധ പ്രവർത്തനം ലോക റെക്കോർഡാണ്. ആ ലോക റെക്കോർഡാണ് നിർത്തിവെക്കണമെന്ന് കേരളത്തിലെ ബഹുമാനപ്പെട്ട ആരോഗ്യവകുപ്പ് മന്ത്രി ആവശ്യപ്പെട്ടിരിക്കുന്നു. ഏതാണ്ട് 2 കോടിയിലധികം വരുന്ന സാധാരണക്കാർക്ക്, ആവശ്യമുള്ളവർക്ക് ഇതിനകം തന്നെ ഈ 9 വർഷത്തിനിടയിൽ ഭക്ഷണം വിതരണം ചെയ്തിട്ടുണ്ട്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണെങ്കിൽ 4000-ഓളം വരുന്ന ആൾക്കാർക്ക് ദിനംപ്രതി ഭക്ഷണം കൊടുക്കുകയാണ്. ആ ഭക്ഷണം എന്ന് പറയുന്നത് DYFIയുടെ വളണ്ടിയർമാർ എല്ലാ വീടുകളിലും ചെന്ന് വീട്ടിൽ തയ്യാറാക്കിയ ഭക്ഷണപ്പൊതിയുമായി അവർ വന്ന് ഇവിടെ മെഡിക്കൽ കോളേജിൽ വെച്ച് വിതരണം ചെയ്യുകയാണ്. ഇത് ഞാൻ പറയുന്നത് ഞാൻ ഇപ്പോൾ കുറേ ആൾക്കാർക്ക് വിതരണം ചെയ്യും. നാനാ തുറകളിൽപ്പെട്ട ആൾക്കാരാണ് വന്ന് ഈ ഭക്ഷണം വാങ്ങുന്നത്. 4000 പേർക്ക് ഭക്ഷണം വിതരണം ചെയ്യുവാൻ മറ്റേതൊരു സംഘടനയ്ക്കാണ് കഴിയുന്നത്? ഞാൻ ബഹുമാനപ്പെട്ട ആരോഗ്യവകുപ്പ് മന്ത്രിയോട് പറയുകയാണ്, നിങ്ങൾക്ക് ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടല്ലോ, നിങ്ങൾക്ക് ആ രാഷ്ട്രീയ പാർട്ടിയുടെ യുവജന സംഘടന ഉണ്ടല്ലോ, നിങ്ങൾക്ക് കേരളത്തിൽ എവിടെയെങ്കിലും ഈ രൂപത്തിലൊരു പദ്ധതി നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇനി നടപ്പിലാക്കാൻ വേണ്ടി പറ്റുമോ? ഞങ്ങൾ നിങ്ങളെ വെല്ലുവിളിച്ച് പറയുന്നതിന് വേണ്ടി പോവുകയാണ്. എന്ന് മാത്രമല്ല, ഇത്തരത്തിലൊരു ഏറ്റവും സ്വാഗതം ചെയ്ത് അഭിനന്ദിക്കേണ്ട പദ്ധതിയെ അത് ഞാൻ അടച്ചുപൂട്ടുമെന്നുള്ള സ്വരത്തിൽ നിങ്ങൾ പ്രഖ്യാപനം നടത്തിയത് വളരെ തെറ്റായിപ്പോയി. നിങ്ങൾ ആ പ്രസ്ഥാനത്തിൽ നിന്ന് പിൻവാങ്ങി എന്നാണ് മാധ്യമങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. പിൻവാങ്ങിയാൽ മാത്രം പോരാ, നിങ്ങളത് ഖേദം പ്രകടിപ്പിക്കുകയും നിങ്ങളുടെ പ്രസ്താവന പിൻവലിക്കുന്നതിന് വേണ്ടി തയ്യാറാവുകയും വേണം. ഞങ്ങളുടെ ആശുപത്രിയിൽ കയറി ഇത് വിതരണം ചെയ്യാൻ വേണ്ടി പറ്റൂലെന്ന് പറയാനുള്ള അവകാശം നിങ്ങൾക്ക് എവിടെ നിന്നുള്ള അവകാശം കിട്ടി? അത് പറയാൻ മന്ത്രിക്ക് അവകാശമുണ്ട്. ആരോഗ്യ വകുപ്പ് മന്ത്രിയുടെ കുടുംബ സ്വത്താണ് മെഡിക്കൽ കോളേജ് ജില്ലാ ആശുപത്രി. വിദ്യാഭ്യാസ മന്ത്രിയുടെ കുടുംബ സ്വത്താണ് സ്കൂളുകൾ എന്ന് പറയാനുള്ള രീതി നമ്മുടെ നാട്ടിലുണ്ടോ? അങ്ങനെ പറയാനുള്ള ഒരു അവകാശവും നമ്മുടെ നാട്ടിൽ ഇല്ല. എന്ന് മാത്രമല്ല, ഇത്തരം സാമൂഹിക പ്രവർത്തനങ്ങൾ നടത്തുന്നവരെ ഭീഷണിപ്പെടുത്തുന്ന സ്വരം അങ്ങ് ഉപേക്ഷിക്കുന്നതിന് വേണ്ടി തയ്യാറാവണം. അങ്ങ് പ്രതിപക്ഷത്തായിരുന്നപ്പോൾ കഴിഞ്ഞ LDF ഗവൺമെന്റ് കാലഘട്ടത്തിൽ എല്ലാ വിഷയങ്ങളെയും വിമർശിച്ചിട്ടുള്ള ആളാണ്, എല്ലാ വിഷയങ്ങളെയും കളിയാക്കിയിട്ടുള്ള ആളാണ്. എന്തിനധികം പറയുന്നു? തോറ്റ MLA-മാർ വീട്ടിൽ ചെന്നിരുന്നാൽ മതി, അഭിപ്രായം പറയണ്ട എന്ന് പോലും അങ്ങ് പറയുകയുണ്ടായി. അങ്ങ് 7 പ്രാവശ്യം തോറ്റ്, മന്ത്രിയായിരുന്നപ്പോൾ മത്സരിച്ച് തോറ്റ് വീട്ടിൽ ചെന്നിരുന്ന ചരിത്രമാണ് കേരളത്തിൽ ഉള്ളത്. അപ്പം അതുകൊണ്ട് DYFI ചെയ്യുന്ന ഈ സൽപ്രവൃത്തിയെ ജനങ്ങൾ മുഴുവൻ സ്വാഗതം ചെയ്യുകയാണ്. ജനങ്ങൾക്ക് ആവശ്യമുള്ളിടത്തോളം കാലം അങ്ങയുടെ ഒരു സഹായം ഞങ്ങൾക്ക് വേണ്ട. ഇവിടെ DYFI ഭക്ഷണപ്പൊതി വിതരണം ചെയ്യുക തന്നെ ചെയ്യും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. അങ്ങ് എത്രയും പെട്ടെന്ന് ഉണ്ടായ അബദ്ധം, അങ്ങക്ക് ഒരുപാട് അബദ്ധം പറ്റിയിട്ടുണ്ട്, അബദ്ധം പിൻവലിക്കുക. ഈ ഭക്ഷണപ്പൊതി നിയന്ത്രിക്കുന്നതിന് വേണ്ടി കളയുന്ന സമയം ആശുപത്രികളിൽ നിന്ന് ഉണ്ടായിരിക്കുന്ന ദൗർബല്യങ്ങളും ബുദ്ധിമുട്ടുകളും പരിഹാരം കാണുന്നതിന് വേണ്ടിയുള്ള പരിശ്രമം നടത്തുകയായിരിക്കും ഒരു മന്ത്രി എന്നുള്ളതിൽ ചെയ്യേണ്ട കാര്യം. അല്ലാതെ DYFIയുടെ ഈ ഏറ്റവും ലോകത്ത് തന്നെ നടക്കുന്ന അത്യപൂർവമായിട്ടുള്ള സന്നദ്ധ പ്രവർത്തനങ്ങളിലൊന്നായിട്ടുള്ള ഈ ഭക്ഷണപ്പൊതി വിതരണം അതിനെ തടസ്സപ്പെടുത്താൻ വേണ്ടിയുള്ള പരിശ്രമം നടത്തേണ്ട. ആര് തന്നെ തടസ്സപ്പെടുന്നതിന് വേണ്ടി പരിശ്രമം നടത്തിയാലും അത് ഞങ്ങൾക്ക് ഒരു പ്രശ്നമേ അല്ല. ഞങ്ങൾ ഇനിയും അത് കൂടുതൽ ശക്തിയോടുകൂടി ഈ പദ്ധതി നടപ്പിലാക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുമെന്ന് എന്ന് പറഞ്ഞാൽ അതൊരു ദ്രോഹമാണ് ചെയ്യുന്നത് ഈ ജനങ്ങളോട്, ഈ രോഗികളോട്.
മനസ്സിലായ? നിങ്ങൾ കൊണ്ടുവന്ന് കൊടുക്കുന്ന പറഞ്ഞാൽ അവർക്ക് അത്രയും പൈസ ലാഭമാണ്. ആ പൈസ കൊണ്ട് അവർ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ നോക്കും. ഇതൊന്നും സാധിക്കാത്ത ഒരവസ്ഥയാണ് ഇപ്പൊ. ചേച്ചി എന്താ പറയാനുള്ളത്? ഇത് നല്ലൊരു കാര്യമാണ് ചെയ്യുന്നത് അവര്. ഒരു നേരത്തെ ആഹാരം എല്ലാവർക്കും കിട്ടുന്ന വലിയൊരു കാര്യം. അപ്പൊ ഈ പറയുന്നത് പോലെ വാർത്തകളൊക്കെ ശ്രദ്ധിക്കുന്നില്ലേ? ശ്രദ്ധിക്കുന്നുണ്ട്. അതിനെങ്ങനെയാണ് നോക്കിക്കാണുന്നത് ആരോഗ്യമന്ത്രിയുടെ ഒരു നിലപാടിന്? അത് അവരുടെ തീരുമാനം തെറ്റല്ലേ? ഇത് കിട്ടുന്നത് 2 പൊതി ആയാലും 1 പൊതി ആയാലും ഒരു നേരത്തെ കൊടുക്കുന്നത് നല്ലതാണ്, ആശ്വാസമാണ്. നാട്ടിൽ കിടക്കുന്ന പാവങ്ങളാവും നടക്കുന്നത്. അവർക്ക് ഒരു പോയി ചോറ് കൊടുക്കാൻ നിർത്തലാക്കുന്നത് എന്തിന്? അവർക്ക് ഒരു നേരത്തെ അന്നം കൊടുക്കുന്നതിന് എന്തോന്ന് വരി നിർത്തലാക്കിയവർക്ക് വല്ലതും കിട്ടുവോ? ഇല്ലല്ല. എല്ലാരും കൂടെ പറയണതാ വേണ്ടത്. എല്ലാരും കൂടെ പറയണം. ഇത് കൊടുക്കണം, ഇത് നിർത്താൻ പറ്റത്തില്ല. എത്രയോ പേര് ഇവിടെ വന്ന് പട്ടിണി കടന്ന് എത്ര പേർക്ക് കിട്ടുന്നുണ്ട്. പാവങ്ങൾക്ക് കൊടുക്കാതെ മാറ്റി വെച്ചാൽ മാറ്റി വെച്ചാ പദ്ധതി ബാക്കി കാര്യം ചെയ്യുക. പാവങ്ങൾക്ക് ജനങ്ങൾക്ക് ആഹാരം കൊടുക്കുന്നതിൽ ഏറ്റവും സേഫ്റ്റിയാ നിൽക്കുക. അത്ര കുഴപ്പമാണ്. കിടക്കുന്ന ആൾക്കാരെ ചികിത്സക്ക് എത്തുന്നത് 14 ജില്ലയിൽ കൂടെ കേരളത്തിന് വെളിയിലുള്ളത് കൊണ്ട് ഒരു നേരത്തെ അന്നം കൊടുക്കുന്നതിനൊക്കെ മുടക്കാൻ നടക്കുന്ന എന്തിന്? അവരുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന വകയാണോ ഇത്? അല്ലല്ല, കൊടുക്കണം നല്ലത് അവരൊക്കെ. നമ്മളുകൊണ്ട് ആഹാരം കഴിച്ചാൽ ഭക്ഷണം കഴിച്ചാണ് ജീവിക്കുന്നത്. നമ്മളെ കൊണ്ട് ഹോട്ടലിൽ കൊണ്ട് കഴിക്കേണ്ട നിവൃത്തി നമുക്കില്ല. ഈ നമുക്ക് വലിയ പുണ്യം പറ്റിയിരിക്കുന്നത്. ഈ പാസ് ആശുപത്രിയിലെ ജീവനക്കാർ നമ്മളാണ്. ഇതുകൊണ്ടാണ് നമ്മൾ ഒരു നേരത്തെ ആഹാരം തന്നെ കഴിക്കുന്നത്. അല്ലാതെ ഇന്ന് ഭരിക്കുന്ന ഈ ഭരണകർത്താവല്ല തരുന്നത്. ഇവര് ഭിക്ഷ കിട്ടിയാണ് നമുക്ക് കൊണ്ട് തരുന്നത്. അതിന് ആ അന്നത്തെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന അവന് ഇനി ഒരു ഭരണം കിട്ടൂല. ഞാൻ കോൺഗ്രസ്സുകാരൻ തന്നെ. പക്ഷെ ഇവൻ ഇങ്ങനെ കാണിക്കരുത്. അവൻ ആരോഗ്യമന്ത്രി സ്ഥലം ഇവിടെ അവിടെ വീട് വെച്ച് കെട്ടാൻ പോണു. അവിടെ ബിൽഡിംഗ് വെച്ച് കെട്ടാൻ പോകുന്നു സർക്കാരിന്റെ ഭൂമിയിൽ ഡിവൈഎഫ്ഐക്കാര്. അപ്പൊ മനുഷ്യൻ നിന്നൂടെ? ഈ ഭൂമിയെ കൂടി അങ്ങ് എടുത്ത് ആകാശത്ത് മറ്റേ ബഹിരാകാശത്ത് കൊണ്ട് വയ്ക്കാൻ പറ മന്ത്രി എടുത്ത്. അപ്പൊ അവിടെ ആരും കയറില്ല. അതാണ് ചെയ്യാറുള്ളത്. ഭക്ഷണം കൊടുക്കുന്ന കാര്യത്തിൽ എന്ന് വെച്ചാൽ രോഗികളാണ്, കിടപ്പ് രോഗികളുണ്ട്, നിവൃത്തിയില്ലാത്ത ആൾക്കാരും ഉണ്ട്. ഒത്തിരി പേര് ഇതുകൊണ്ട് പൈസകളില്ലാതെ ഭിക്ഷ തേണ്ടുന്ന ആൾക്കാരാണ് ഇവിടെ വന്ന് കിടക്കുന്നവർക്ക്. അപ്പൊ അവർക്ക് ഈ ഇത് ബുദ്ധിമുട്ടാണ്.